ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ICMR സ്ഥിരീകരിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കർണാടകയിലെ ബംഗളൂരുവിലാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിന്റെ ആദ്യ കേസ് സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ ഇതുവരെ 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കർണാടകയിൽ 2ഉം ഗുജറാത്തിൽ 1ഉം. കർണാടകയിലെ 2 കേസുകളും കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയെ മുൾമുനയിൽ നിർത്തുന്ന വൈറസിന്റെ ഇന്ത്യയിലെ ആദ്യ കേസുകളുടെ ഔദ്യോഗിക സ്ഥിരീകരണം കൂടിയാണിത്. ചൈന വൈറസ് ബാധയിൽ വർധനവിന് സാക്ഷ്യം വഹിക്കുന്ന സമയത്താണ് ഈ കേസുകൾ ഇന്ത്യയിൽ വരുന്നത്. ഇതോടെ HMPV വൈറസ് ലോകത്തെ വലിയൊരു ആശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. വീണ്ടും ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ആണോ വരാനിരിക്കുന്നത്? ലോകത്തെ സ്തംഭിപ്പിച്ച കോവിഡ് മഹാമാരിക്ക് പിന്നാലെ അടുത്തതോ എന്ന ഭീതിയിലാണ് ലോകം. ചൈനയിൽ ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന ശ്വാസകോശ വൈറസായ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അഥവാ HMPV ഈ കേസുകളുടെ വർധനവിനെ തുടർന്ന് ആശങ്കകൾ വളരെ കൂടുതലാണ്. COVID-19മായി HMPV വൈറസ് സമാനതകൾ പങ്കിടുന്നുണ്ട്. അതേസമയം ഇന്ത്യക്ക് ഇത് ഉടനടി ഭീഷണിയല്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ കേസുകൾ വരുന്നത്. നല്ല ശുചിത്വം പാലിക്കുക, രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക തുടങ്ങിയ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. കേസുകളുടെ വർധനവിനെ തുടർന്ന് ചൈനയിൽ അതീവ ജാഗ്രതയായിരുന്നു. 2001 തിരിച്ചറിഞ്ഞ HMPV നേരിയ തോതിൽ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞ വ്യക്തികൾ തുടങ്ങിയ ദുർബല വിഭാഗങ്ങളിൽ. പനി, ചുമ, മൂക്കടപ്പ്, പിന്നെ കഠിനമായ കേസുകളിൽ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ചൈനയിലെ തിരക്കേറിയ ആശുപത്രികളെ കാണിക്കുന്ന വീഡിയോകൾ കേവലം ചൈനയിലും ഇന്ത്യയിലും മാത്രമല്ല ആഗോളതലത്തിലാണ് ആശങ്കകൾ വർദ്ധിപ്പിച്ചത്. ഇത് ആദ്യകാല COVID-19 പൊട്ടിപ്പുറപ്പെട്ടതിനെ തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്. ഇനി ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യയിൽ രാജ്യത്തുടനീളമുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി ഒന്നിലധികം ശ്വാസകോശ വൈറൽ പാത്തജൻസിനായുള്ള പതിവ് നിരീക്ഷണത്തിലാണ് ICMR HMPV വൈറസ് കണ്ടെത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ HMPV കേസ് കർണാടക ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചു. ബംഗളൂരുവിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കേസാണിത്. സ്വകാര്യ ആശുപത്രിയിലാണ് രോഗനിർണയ പരിശോധന നടത്തിയത്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് കുഞ്ഞിനും കുടുംബത്തിനും അടുത്തിടെ യാത്ര ചെയ്ത ചരിത്രവുമില്ല. കൂടാതെ കുട്ടി രോഗലക്ഷണങ്ങളൊന്നും കാണിച്ചിരുന്നുമില്ല. ഇതേ ആശുപത്രിയിൽ കൊണ്ടുവന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിലാണ് അടുത്ത കേസ് റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ ബ്രോങ്കോപ് ന്യൂമോണിയ ബാധിച്ചിരുന്ന കുട്ടിയാണിത്. എന്തായാലും ബംഗളൂരുവിലെ HMPV കേസിനെ കുറിച്ച് സംസ്ഥാന ഉദ്യോഗസ്ഥർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെയും കേന്ദ്ര മന്ത്രാലയത്തിന്റെയും കൂടുതൽ മാർഗനിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ്. COVID-19 സമാനമായി ചുമ, തുമ്മൽ, രോഗബാധിതരായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കം എന്നിവയിലൂടെയാണ് HMPV സാധാരണയായി പടരുന്നത്. പനി, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങളും. എന്നിരുന്നാലും അണുബാധയുടെ ഫലമായി ചില രോഗികൾക്ക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ ഉണ്ടാകാമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ HMPVക്ക് വാക്സിനോ ഫലപ്രദമായ മരുന്നുകളോ ഇല്ല. കൂടാതെ ചികിത്സ പ്രധാനമായും രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്ത് പലതവണ ജലദോഷം വന്നു പോയിട്ടുള്ളവരാണ്. നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ജലദോഷം വരാറുണ്ട്. എന്നാൽ ഈ ജലദോഷം വരുന്ന ഒരു കുട്ടിയുടെ സ്വാബ് എടുത്ത് നമ്മൾ PCR ടെസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്യുകയില്ല. കാരണം അത് താനെ മാറുന്ന രോഗമായതുകൊണ്ട് ഇത് ഏത് വൈറസ് ആണെന്നൊന്നും നമ്മൾ സ്ഥിരീകരിക്കാറില്ല. എന്നാൽ ചൈനയിലും മറ്റുമൊക്കെ ഈ ജലദോഷം വരുമ്പോൾ പോലും അവര് ഇതിന്റെ സ്വാബ് എടുത്ത് പരിശോധിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഈ HMPV എന്നുള്ള വൈറസ് സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല നമ്മുടെ രാജ്യത്തും അതുപോലെ സൗത്ത് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലുമെല്ലാം ഏറെ വർഷങ്ങളായിട്ട് ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണിത്. ഇത് ജലദോഷം ഉണ്ടാക്കുന്ന മറ്റനേകം വൈറസുകളുണ്ട്. അവയുടെ പേരുകളൊന്നും ഞാൻ പറഞ്ഞു ബോർഡിപ്പിക്കുന്നില്ലെങ്കിലും ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണ്. ഇതിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 3-4 വയസ്സാകുമ്പോഴേക്കും മിക്കവർക്കും തന്നെ ഒരിക്കലെങ്കിലും HMPV വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, കുട്ടികൾ പലപ്പോഴും മൂക്കലിപ്പുമായിട്ട് നടക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലെല്ലാം ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാകുന്നത് പലപ്പോഴും HMPV കൊണ്ടാണ്. അത് നമ്മൾ പരിശോധിക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ വാർത്ത കേൾക്കുമ്പോൾ ഇത് ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ഇവിടെ എത്തിയ ഒരു വൈറസ് എന്നുള്ള തോന്നൽ നമ്മൾ ഉണ്ടാക്കരുത്. അങ്ങനെയല്ല. കാരണം ഇവിടെ എന്നും ഉണ്ടായിരുന്ന ഒരു ജലദോഷ വൈറസ് തന്നെയാണ്. ഇപ്പോൾ പരിശോധന നടത്തുന്നത് കൊണ്ട് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മാത്രം. ഈ ചൈനയിൽ നിന്ന് വരുന്ന വാർത്തകൾ പക്ഷെ അത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ അത്ര ശുഭകരമല്ല. കാരണം അവിടെ ഹോസ്പിറ്റലുകൾ നിറയുന്നു. അതിലൊക്കെ എത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ചൈനയിൽ നിന്ന് നമുക്ക് വ്യക്തമായ വാർത്തകൾ പുറത്തേക്ക് വരുന്ന ഒരു രാജ്യവുമല്ല. മരണങ്ങൾ സംഭവിക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനുള്ള സാധ്യതകളൊന്നും ഇല്ലല്ലോ അല്ലേ?
ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചൈനയിൽ 2022 മുതൽ, നമുക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ചു തരാം. പറയാം സാർ, പറയാം. 2022 ചൈന അവരുടെ സീറോ കോവിഡ് പോളിസി ലിഫ്റ്റ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമായിട്ട് ഏകദേശം അടച്ചിട്ടിരുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു ചൈന, കോവിഡിനെ ഭയന്നിട്ട്. എന്നാൽ നമ്മൾ ബാക്കി രാജ്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ തുറന്നിരുന്നു. പക്ഷേ ചൈന 2022 ഇത് രാജ്യം തുറന്നു കൊടുക്കുന്നത്. അത് ശൈത്യകാലത്താണ് തുറന്നു കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അന്ന് ഒരുപാട് പേർക്ക് കോവിഡും മറ്റ് അനുബന്ധ രോഗങ്ങളും മറ്റു വൈറൽ രോഗങ്ങളും എല്ലാം വരികയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊന്നും കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും ലഭ്യമല്ല. നമുക്കറിയാം, അടച്ചിട്ടിരുന്ന ഒരു രാജ്യം തുറക്കുമ്പോൾ, പ്രത്യേകിച്ചും ശൈത്യകാലത്ത്, തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് രോഗമുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഔട്ട്ബ്രേക്ക് ആണ് 2023 ഡിസംബറിലും ഉണ്ടായത്. കാരണം ശൈത്യകാലം നമുക്കറിയാം, ചൈന അങ്ങ് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതിശൈത്യമുള്ള പ്രദേശങ്ങൾ അവിടെയുണ്ട്, പ്രത്യേകിച്ചും അതിന്റെ വടക്കൻ പ്രവിശ്യകളിൽ. വിന്റർ ആകുമ്പോഴേക്കും അവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട വലിയ ആശുപത്രികളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. അതിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ചൈനയുടെ പൊതുജനാരോഗ്യ രംഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ ആശുപത്രികളിൽ പോകാനാണ് താല്പര്യം. വളരെ നിസ്സാരമായിട്ടുള്ള വെറും ഒരു ജലദോഷം മൂക്കിലിപ്പാണെങ്കിൽ പോലും പ്രത്യേകിച്ചും കുട്ടികൾക്ക് വരുമ്പോൾ പേരൻസ് ആശങ്കപ്പെടുകയും അവരെ വലിയ ആശുപത്രികളിൽ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യും. അങ്ങനെ നിരവധി പേർ ചെയ്യുമ്പോൾ എന്താണ് അവർ സംഭവിക്കുക? ആശുപത്രികളിൽ തിരക്ക് അനുഭവപ്പെടും. ഇനി അവിടെയുള്ള മറ്റൊരു പ്രത്യേകതയും കൂടി ഞാൻ പറയാം. അത് വളരെ വിചിത്രമായൊരു സവിശേഷതയാണ്. അതായത് അവിടെ പൊതുവെ കുട്ടികൾക്ക് ഈ പനിയും മറ്റും വരുമ്പോൾ, അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ IV ഡ്രിപ്പ് കൊടുക്കുന്ന ഒരു ടെൻഡൻസി അവിടെയുണ്ട്. അത് കൊടുക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞാൽ പോലും പേരൻസ് വഴക്കിട്ട് അവർ വാശി പിടിച്ച് കുട്ടികൾക്ക് ഡ്രിപ്പ് കൊടുക്കുന്ന ഒരു ടെൻഡൻസി അവിടെയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2023 ചില ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഡ്രിപ്പ് എടുത്തുകൊണ്ട് ഹോംവർക്ക് ചെയ്യുന്ന സ്കൂൾ കുട്ടികൾ ചൈനയിൽ എന്നുള്ള തലക്കെട്ടോടു കൂടിയുള്ള ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ്. അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇത് അവിടുത്തെ രീതിയാണ്. പക്ഷെ പ്രശ്നം വരുന്നത് ഡ്രിപ്പിലല്ല. പ്രശ്നം വരുന്നത് ഒരാളെ 10-15 മിനിറ്റോ കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു രോഗിയെ 2-3 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂർ ഒരു ആശുപത്രിയിൽ പിടിച്ചിരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കിടത്തുകയാണെങ്കിൽ എത്രമാത്രം തിരക്ക് അവിടെ അനുഭവപ്പെടും എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചൈനയിലെ ആശുപത്രികളിൽ ശൈത്യകാലത്ത് തിരക്കുണ്ടാകുന്നുണ്ട്. ഈ തിരക്കുള്ള ദൃശ്യങ്ങൾ എടുക്കുകയും വാട്സാപ്പിലും മറ്റ് അവരുടെ സോഷ്യൽ മീഡിയയിലും വഴി ഭയപ്പെടുത്തുന്ന തലക്കെട്ടോടുകൂടി, തെറ്റായിട്ടുള്ള തലക്കെട്ടോടുകൂടി ചില അവിടെയുള്ള വ്യക്തികൾ തന്നെ പ്രചരിപ്പിക്കുകയും, ഈ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ചൈനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന നിരവധി യൂട്യൂബ് ചാനലുകളുണ്ട്. ഇവയൊന്നും എവിടെ നിന്നാണെന്നുള്ളത് നമുക്കറിയില്ല. ഒരു ഡസനിലധികം യൂട്യൂബ് ചാനലുകൾ ചൈനയെ പറ്റി നിരന്തരം തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന ചാനലുകളുണ്ട്. ഇവ എടുക്കുകയും അത് ചൈനയിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് അവരെ വരുത്തി തീർക്കുകയുമാണ് ഉണ്ടായത്. അതിന്റെ ചില ശകലങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും എത്തിച്ചേരുന്നത്. അപ്പൊ സാറേ, ഡോക്ടർ ഒരു കാര്യം, അതായത് ഇതിന്റെ ഈ ലക്ഷണങ്ങൾ 2001 കണ്ടത്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ മാത്രമാണോ? അതിനപ്പുറത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ സാധാരണ? നല്ല ആരോഗ്യമുള്ള ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പനി, ജലദോഷം ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മൂക്കടപ്പ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രം. ചിലർക്ക് ഫ്ലൂവിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും, ചിലർക്ക് ശരീരവേദന, അതെല്ലാം ഉണ്ടായിരിക്കാം. എങ്കിലും ആരോഗ്യം ക്ഷയിച്ച വ്യക്തികൾ, ഫോർ എക്സാമ്പിൾ ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്നവർ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ശ്വാസകോശ സംബന്ധ രോഗമുള്ളവർ, അല്ലെങ്കിൽ ഏറെ പ്രായം ചെന്നവർ, ആരോഗ്യം ക്ഷയിച്ചവർ, ഇവരിലെല്ലാം അല്പം കൂടി മറ്റേത് അണുബാധ തീവ്രമാകുന്നത് പോലെയും HMPVയും തീവ്രമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രത്യേക പരാമർശമുള്ളത് ഇവിടെ ഈ ആസ്മ ടെൻഡൻസിയുള്ള കുട്ടികളുണ്ട്. അതായത് വീസിങ്, വലിവ് എന്ന് വിളിക്കുന്ന ടെൻഡൻസിയുള്ള കുട്ടികളുണ്ട്. അത് അവർക്ക് ഏത് ഇതുപോലെയുള്ള ജലദോഷം വന്നാലും ഒരു ആസ്മ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഈ ശൈത്യകാലത്ത് കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവരും പറയാറുണ്ട്, ഡോക്ടർമാർ പറയാറുണ്ട്. കാരണം അത് ആസ്മ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മിക്കവാറും ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയും എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആസ്മ എക്സാസബേഷൻ ഒരു കാരണമാണ് HMPV. മറ്റനേക വൈറസുകളോടൊപ്പം HMPVയും ആസ്മയുടെ ഒരു ആസ്മ മൂർച്ഛിക്കുന്നതിന് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറ്റ് പല വൈറസുകളും, RSV എന്ന് വിളിക്കുന്ന വൈറസുകളും എല്ലാം ഈ ഏജ് ഗ്രൂപ്പിൽ കണ്ടുവരാറുണ്ട്. ഏകദേശം 3-4 വയസ്സാകുന്നതോടുകൂടി മിക്ക കുട്ടികൾക്കും തന്നെ, എല്ലാ രാജ്യങ്ങളിലും തന്നെ ഈ HMPVയുടെ ഒരു തവണയെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടാകാം. വീണ്ടും അണുബാധ ഉണ്ടാകാൻ കഴിവുള്ള ഒരുതരം വൈറസാണ് HMPV.